ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഏവർക്കും ഹെർമിറ്റ്സ് ടോക്സിൻ്റെ 650 ഭാഗത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രഭാത ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം യെശയ്യാ പ്രവചനം 40 അധ്യായം 31 തിരുവചനം. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് ഉയരും. അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. എത്രമാത്രം ബുദ്ധിയും ശക്തിയും നമുക്കുണ്ടെങ്കിലും ചില സാഹചര്യങ്ങളെ നേരിടുവാനായിട്ട് നമ്മുടെ ശക്തിക്കോ ബുദ്ധിക്കോ കഴിഞ്ഞു എന്ന് വരില്ല. അത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ ദൈവത്തിൽ ആശ്രയം വയ്ക്കുന്നവരാകണം. ഒരു വലിയ ജലസംഭരണിയുടെ ഷട്ടർ തുറക്കുന്നതിനനുസരിച്ചാണ് അതിൽ നിന്നും ജലം പുറത്തേക്ക് ഒഴുകുന്നത്. അത് അല്പമായിട്ടാണ് നമ്മൾ തുറക്കുന്നത് എങ്കിൽ അല്പം ജലവും, അധികം തുറന്നാൽ കൂടുതൽ ജലവും പുറത്തേക്ക് വരുന്നത് പോലെ പ്രാർത്ഥനയാകുന്ന ഷട്ടർ തുറക്കുന്നതിന് അനുസരിച്ചാണ്, എന്തുമാത്രം നമ്മൾ തുറക്കുന്നുവോ അതിനനുസരിച്ചാണ് ദൈവത്തിൽ നിന്നുള്ള ഊർജം നമുക്ക് ലഭിക്കുന്നത്. ചിലർക്കത് തുറക്കുവാൻ പോലും സാധിക്കുന്നില്ല. അന്തരീക്ഷത്തിൽ നമുക്ക് ചുറ്റും മനോഹരമായ സംഗീതമുണ്ട്, നാം അത് കേൾക്കുന്നില്ല. എന്നാൽ ഒരു റേഡിയോ തരപ്പെടുത്തി അതിൻ്റെ തരംഗങ്ങൾ സ്വീകരിക്കുവാൻ തക്ക വിധത്തിൽ ക്രമീകരിക്കുമ്പോൾ ഹൃദ്യമായ സംഗീതം നമ്മുടെ കാതുകളിൽ പതിക്കുന്നു. കർത്താവിൽ സ്നേഹമുള്ളവരെ, ദൈവസാന്നിധ്യം ശരിയായി മനസ്സിലാക്കുവാൻ പാകത്തിൽ നമ്മുടെ മനസ്സിനെ ക്രമീകരിച്ച് നമ്മൾ ദൈവത്തിനായി കാത്തിരിക്കുമ്പോൾ നമ്മൾ ദൈവവുമായിട്ടുള്ളതായ സമ്പർക്കത്തിൽ ആയിത്തീരുകയാണ്. ദൈവത്തിൽ ആശ്രയിക്കുന്നവർ ശക്തിയെ പുതുക്കും. ഒരു ഘട്ടത്തിലും അവർ തളരുകയോ ക്ഷീണിക്കുകയോ ചെയ്യുകയില്ല. എന്തെല്ലാം പ്രതിസന്ധികൾ കടന്നു വന്നാലും അതിനെല്ലാം അതിജീവിച്ച് ചിറകടിച്ചുയരുവാൻ തക്കവണ്ണമുള്ളതായ ശക്തി നമ്മുടെ ദൈവം നമുക്ക് നൽകുക തന്നെ ചെയ്യും. ദൈവം അനുഗ്രഹിക്കട്ടെ.